കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിലെ CBCI സെന്റർ പരിസരത്ത് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രിക്കൊപ്പം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമായി. കർദിനാൾമാർ, ബിഷപ്പുമാർ, സഭയിലെ പ്രമുഖരായ അൽമയ നേതാക്കൾ എന്നിവരുൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാന നേതാക്കളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും ആഘോഷിക്കുന്നുവെന്നും എന്നാൽ അസ്വാരസ്യവും അക്രമവും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിരാശാജനകമാണ് എന്നും സമൂഹത്തിൽ ആക്രമണത്തെ പ്രേരിപ്പിക്കുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ന്യൂഡൽഹിയിലെ CBCI സെന്റർ വളപ്പിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ആതിഥേയത്വം വഹിച്ച ചടങ്ങിൽ ക്രിസ്മസ് പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ താൽപര്യത്തിന് മാത്രമല്ല മനുഷ്യ താൽപര്യത്തിനും പ്രാധാന്യം നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞു. ജർമ്മനിയിലെ ക്രിസ്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ ഒരു SUV ജനക്കൂട്ടത്തിനിടയിലൂടെ ഇടിച്ചു കയറിക്കൊണ്ട് 4 സ്ത്രീകളെയും 9 വയസ്സുള്ള കുട്ടിയെയും കൊലപ്പെടുത്തുകയും 205 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ പ്രധാനമന്ത്രി മോദി അപലപിച്ചു. ആക്രമണത്തിൽ 7 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിദേശ നയത്തിൽ ഇന്ത്യൻ ദേശീയ താൽപര്യത്തിനും മനുഷ്യ താൽപര്യത്തിനും മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പാൻഡമിക് സമയത്ത് ദരിദ്ര രാജ്യങ്ങളെ സഹായിക്കാൻ ഇന്ത്യ അതിന്റെ കഴിവുകൾക്കപ്പുറത്തേക്ക് നീങ്ങിയതായും 150-ലധികം രാജ്യങ്ങൾക്ക് മരുന്നുകൾ നൽകിയതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്ത കാര്യം എടുത്തു പറയുകയും ചെയ്തു. അവർ എവിടെയിരുന്നാലും എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഇന്നത്തെ ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ കടമയായി കാണുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഞങ്ങളുടെ നഴ്സുമാരെ ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു. ഒരു പതിറ്റാണ്ട് മുൻപ് യുദ്ധത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഫാദർ അലക്സ് പ്രേംകുമാറിനെ സുരക്ഷിതമായി കൊണ്ടുവന്നത് എനിക്ക് വളരെ തൃപ്തികരമായ നിമിഷമായിരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. 8 മാസത്തോളം അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടന്നിരുന്നു, ബന്ദികളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യങ്ങളെല്ലാം വെറും നയതന്ത്ര ദൗത്യങ്ങളല്ല, മറിച്ച് കുടുംബങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള വൈകാരിക പ്രതിബദ്ധതയാണ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഹോളി റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി ജോർജ് കൂവക്കാടിനെ ഉയർത്തിയതിൽ ഞാൻ അഭിമാനം പ്രകടിപ്പിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. ജോർജ് കൂവക്കാടിനെ വിശുദ്ധ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചുവെന്ന് അഭിമാനത്തിന്റെ നിമിഷമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 6-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രഖ്യാപനത്തിൽ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിപ്പെട്ട 21 വൈദികരിൽ ഒരാളാണ് കൂവക്കാട്. മുൻപ് മോൺസിത്തോർ പദവി വഹിച്ചിരുന്ന കൂവക്കാടിനെ തുർക്കിയിലെ നിസിബിസിന്റെ ടൈറ്റിലർ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ വത്തിക്കാനിലാണ്. കർദിനാൾ, ബിഷപ്പുമാർ, സഭയിലെ പ്രമുഖ സാധാരണ നേതാക്കൾ എന്നിവരുൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാന നേതാക്കളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI 1944-ൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ്. ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ കത്തോലിക്കന്മാരുടെയും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഡൽഹിയിലെ വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. വിവിധ സഭാ അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശവും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷവും രാജ്യ തലസ്ഥാനത്തെ തന്റെ വസതിയിലായിരുന്നു പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. വിവിധ സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും ഐക്യവും വളർത്തുന്ന പാരമ്പര്യം തുടരുന്ന സന്ദേശമായിരുന്നു പ്രധാനമന്ത്രി നൽകിയതും. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും പ്രധാനമന്ത്രി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.